ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിമ്പിൾ ഹിന്ദിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഇവിടെ തന്നിരിക്കുന്നത് പോലെ പ്രേംചന്ദ് ദിവസ് പോസ്റ്റർ ബനായേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ തരാം, പ്രേംചന്ദ് ദിവസ് പർ പോസ്റ്റർ ബനായേ. മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എന്താ വരുന്നത്? പ്രേംചന്ദ് ജയന്തി, അതിനോടനുബന്ധിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കാം എന്ന് അല്ലേ. അപ്പം എന്താണ് അല്ലെങ്കിൽ ആരാണ് പ്രേംചന്ദ്? പ്രേംചന്ദ് ദിവസ് അല്ലെങ്കിൽ പ്രേംചന്ദ് ജയന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് പ്രേംചന്ദ് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി നമുക്കൊന്ന് അറിയണം. അതറിയാതെ നമ്മൾ ആലോചിക്കില്ലേ, എന്തിനാണ് പ്രേംചന്ദ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ നമ്മളൊരു പോസ്റ്റർ ആക്കണ്ടേ അല്ലേ? പ്രേംചന്ദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രേംചന്ദ് ആരാണെന്ന് ചോദിച്ചാൽ, പ്രേംചന്ദ് ഹിന്ദി സാഹിത്യകാർ. പ്രേംചന്ദ് ഒരു ഹിന്ദി സാഹിത്യകാരനാണ്. പ്രേംചന്ദ് ഹിന്ദി സാഹിത്യക്ക് മഷൂർ, പ്രസിദ്ധനായ, എന്താണ് മഷൂർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? പ്രസിദ്ധനായ ഉപന്യാസകാർ ഔർ കഹാനികാർ. ഉപന്യാസകാർ എന്ന് പറഞ്ഞാൽ നോവലിസ്റ്റ്, കഹാനികാർ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോറി റൈറ്റർ. ഇതിനെക്കുറിച്ച് 2-3 ചെറിയ കാര്യം പഠിച്ചതിന് ശേഷം നമുക്ക് പോസ്റ്ററിലേക്ക് പോവാം. ജന്മ 31 ജൂലൈ 1880. ജന്മ എന്ന് പറയുന്നത് 1880 31 ജൂലൈയിലാണ്. ജനിച്ചത് ഉത്തർപ്രദേശിലെ വാരണാസി എന്ന് പറയുന്ന സ്ഥലത്താണ്. വാരണാസിയിലെ തന്നെ ലംഹി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? പ്രേംചന്ദ്. ഈ വാരണാസിക്ക് മറ്റൊരു പേരുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതെ, കാശി അല്ലേ? യെസ്. മൃത്യു 8 ഒക്ടോബർ 1936. മരിച്ചത് 1936 ഒക്ടോബർ 8-നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, പ്രേംചന്ദ് ദിവസ് അല്ലെങ്കിൽ പ്രേംചന്ദ് ജയന്തി എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ജൂലൈ 31. तो प्रेमचंद के जन्मदिन पर प्रेमचंद जयंती या प्रेमचंद दिवस मनाते हैं. പ്രേംചന്ദിനെ നമ്മൾ ഓർക്കുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ ജനന ദിവസത്തിലാണ്. ഹിന്ദി സാഹിത്യ में उपन्यास सम्राट और कहानी सम्राट के नाम से प्रसिद्ध है ना. ഹിന്ദി സാഹിത്യത്തിൽ ഉപന്യാസ് സമ്രാട്ട് എന്ന് പറഞ്ഞാൽ സമ്രാട്ട്, സമ്രാട്ടിന്റെ അർത്ഥം ചക്രവർത്തി എന്നാണ്. അപ്പോൾ ഉപന്യാസ് ചക്രവർത്തി, അല്ലെ നോവൽ എഴുതുന്നതിൽ അദ്ദേഹത്തെ ചക്രവർത്തിയെ കാണുന്നത്, അല്ലെങ്കിൽ കഥാചക്രവർത്തി, അതാണ് കഹാനി സമ്രാട്ട്. ഉപന്യാസവും കഹാനിയുടെയും മേഖലയിലെ, നോവലും കഥയും എഴുതുന്ന മേഖലയിലെ ചക്രവർത്തിയാണ്. അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് ആര്? പ്രേംചന്ദ്. പ്രസിദ്ധ ഹേ എന്ന് പറഞ്ഞത്, പ്രസിദ്ധ ഹേ എന്ന് പറഞ്ഞാൽ ഫേമസ്. 300 से अधिक കഹാനിയാ ലിഖി ഹേ. 300 से अधिक എന്ന് പറഞ്ഞാൽ 300-ലധികം കഥകൾ എഴുതിയിട്ടുണ്ട്. അത് മാൻസരോവർ എന്ന് പറയുന്ന ഒരു കളക്ഷനിലാണ് അത് ശേഖരിച്ചിട്ടുള്ളത്. ഓക്കെ. 12 ഉപന്യാസ് ലിഖേ. അതുപോലെ 12 നോവലുകൾ എഴുതിയിട്ടുണ്ട്. 12 നോവലുകളും വളരെ പ്രധാനപ്പെട്ട, വളരെ ഫേമസ് ആയ നോവലുകൾ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്രേംചന്ദ് ദിവസ് കെ ആയോജൻ पर എന്നുണ്ട്. പ്രേംചന്ദ് ദിവസ് കെ ആയോജൻ पर एक പോസ്റ്റർ തയ്യാർ കീജിയെ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കൊരു പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കണം അല്ലേ? ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ആദ്യം ആക്കുന്ന സമയത്ത് നോക്കുക, മുകളിൽ സർക്കാരി ഹൈസ്കൂൾ കോട്ടയം എന്ന് കാണാം. അതിപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് നിങ്ങൾക്ക് വെക്കാം. ഞാനൊരു സ്കൂളിൻ്റെ പേര് വെറുതെ വെച്ചെന്നേ ഉള്ളൂ. സർക്കാരി ഹൈസ്കൂൾ കോട്ടയം, അല്ലെ കൊല്ലം, കണ്ണൂർ അല്ലേ? ഇങ്ങനെ ഏത് സ്ഥലത്തിൻ്റെയും വെക്കാം. അല്ലെ നിങ്ങളുടെ സ്കൂളിൻ്റെ തന്നെ പേരുകൾ ഉണ്ടാവും, ചിലപ്പോൾ നല്ല നല്ല പേരുകൾ, അതും വെക്കാം. പിന്നെ മെയിൻ ഹെഡിങ് പ്രേംചന്ദ് ദിവസ് സമാരോഹ്, അതായത് പ്രേംചന്ദ് ദിവസ് സമാരോഹ്. സമാരോഹ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മേളനം അല്ലെങ്കിൽ പ്രോഗ്രാം എന്നുള്ള അർത്ഥത്തിൽ. അതിൽ ആദ്യം നമ്മൾ നടക്കുന്ന എന്താ? ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാമിന്റെ പേര് കൊടുത്തു. നിങ്ങൾക്ക് ചിത്രം സ്കൂളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ചിത്രം വെക്കാൻ വേണ്ടി പറ്റുമൊന്നുമില്ല ചിലപ്പോൾ. എന്തേ, കൈനെ കൊണ്ട് ചിലപ്പോൾ പ്രേംചന്ദിനെ വരച്ചെടുക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. അപ്പോൾ ചിത്രം ഒരു പ്രധാന ഘടകമൊന്നുമല്ല മാർക്കിന്റെ. അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നോക്കുക, ഉദ്ഘാടൻ
ഹെഡ് മാസ്റ്റർ കൊടുത്തത്. നിങ്ങൾക്ക് ഇനി അതിനേക്കാൾ വലിയ ആൾക്കാരെ വെക്കാൻ പറ്റുമ്പോൾ വെക്കാം, പ്രശ്നമൊന്നുമില്ല. താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്. ഡേറ്റ് എന്തായാലും പ്രേംചന്ദ് ദിവസിന്റെ ഡേറ്റ് തന്നെ വേണം, അത് മാറാൻ പാടില്ല. സ്ഥാൻ സ്കൂൾ ഓഡിറ്റോറിയം അല്ലെങ്കിൽ സ്കൂൾ സഭാഗർ എന്ന് പറയും, സെമിനാർ ഹാള്, ഒരു ക്ലാസ്, അതൊക്കെ നിങ്ങൾക്ക് വെക്കാം. അല്ലെങ്കിൽ സ്കൂൾ മൈതാൻ, സ്കൂളിലെ ഗ്രൗണ്ടിൽ ഒരു സ്റ്റേജ് കെട്ടി വെക്കുന്നത്, അങ്ങനെ വെക്കാം. സമയം സുബഹ് 10 ബജെ, സമയം രാവിലെ 10 മണി, അത് നിങ്ങളുടെ ഇഷ്ടം, സമയം കൊടുക്കുന്നതൊക്കെ. ഈ ഒരു ഫോർമാറ്റ് എന്തായാലും ഫോളോ ചെയ്യണം. ഇനി ഇവിടെ കൊടുത്ത പോലെ രണ്ട് ബോക്സ് സൈഡിൽ കൊടുക്കണമെന്നില്ല. ഈ 2 ബോക്സ് താഴെ കൊടുത്താലും മതി. അപ്പോൾ ഒരു വലിയ പോസ്റ്ററായിട്ട് തോന്നും. അടുത്ത ബോക്സിൽ കാണാം കാര്യക്രമം, അല്ലെ? കാര്യക്രമം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമുകളാണ്, എന്തെല്ലാം പരിപാടികളാണ് നടത്തുന്നതെന്ന്. അപ്പോൾ പ്രേംചന്ദ് ജയന്തിയോടനുബന്ധിച്ച്, പ്രേംചന്ദ് ദിവസത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രോഗ്രാമുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ഞാൻ കൊടുത്തിട്ടാണ് പ്രേംചന്ദ് പ്രദർശിനി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പ്രേംചന്ദുമായി ബന്ധപ്പെട്ട ഒരു പ്രദർശനം. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരുപാട് കഥാപുസ്തകങ്ങളുണ്ട്, അല്ലെ? അതുപോലെ തന്നെ നോവലുകളുണ്ട്, അദ്ദേഹത്തിന്റെ ഒരുപാട് കോഡ്സ് നമുക്ക് കിട്ടും, അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കിട്ടും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു പ്രദർശനി നമുക്ക് സംഘടിപ്പിക്കാം. പിന്നെ ഭാഷണ പ്രതിയോഗിത പറഞ്ഞാൽ സ്പീച്ച്, അല്ലെ? പ്രസംഗ മത്സരമാണ്. വേണമെങ്കിൽ നമുക്ക് പ്രേംചന്ദുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗ മത്സരം വെക്കാം. പ്രേംചന്ദ് പ്രശ്നോത്തരി, പ്രേംചന്ദുമായി ബന്ധപ്പെട്ട് നല്ലൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താം. ഒരുപാട് രചനകളുണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് നടത്താം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ഒരു പ്രശ്നോത്തരി നടത്താം നല്ല രീതിയിൽ. പിന്നെ ഫിലിം പ്രദർശൻ. ഞാൻ നേരത്തെ പറഞ്ഞു പ്രേംചന്ദിന് 300-ലധികം കഥകളുണ്ട്. അതിൽ പല കഥകളും ഡോക്യുമെന്ററി ആക്കിയിട്ടുണ്ട്, ഒരു ഫിലിം രൂപത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള 1-2 സാധനങ്ങൾ നമുക്ക് പ്രദർശിപ്പിക്കാം. ഇനി ഇതെല്ലാം ഒരുമിച്ച് നടത്താൻ പറ്റണമെന്നില്ല, നമുക്ക് സെപ്പറേറ്റ് ഡേയ്സിൽ നടത്താം. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യും? സബ്കാ സ്വാഗത് നോക്കണം, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കേണ്ട ഫോർമാറ്റ്. നമ്മൾ ആദ്യം ഒരു 3-4 വീഡിയോ മുമ്പേ ഡയറി അതുപോലെ പത്ര എങ്ങനെ ഉണ്ടാക്കാന്ന് പഠിച്ചിന്. ആ ഒരു സെഷനിൽ അവസാനം ഒരു പോസ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്ററും ഈ പോസ്റ്ററും നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസം കാണാൻ പറ്റും. അതിൽ വെറും മെസ്സേജ് മാത്രമേ ഉള്ളൂ, ഇൻഫർമേഷൻ നൽകുന്ന ഇൻഫോർമേറ്റീവ് പോസ്റ്റർ മാത്രമായിരുന്നു അത്. ഇവിടെ ഒരു പ്രോഗ്രാമുമായി സംബന്ധിച്ച പോസ്റ്ററാണ്. അപ്പൊ നമുക്ക് 2 പോസ്റ്റർ പഠിക്കാൻ പറ്റിയല്ലേ? ഒന്ന് സന്ദേശാത്മക പോസ്റ്ററും ഒന്ന് കാര്യക്രമ പോസ്റ്ററും. അപ്പൊ അതെന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ 2ഉം കൂടി കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ പ്രേംചന്ദ് ദിവസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ എങ്ങനെയാണ് റെഡിയാക്കേണ്ടത്, ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താം. ഞാൻ പറഞ്ഞു ചിത്രം നിർബന്ധമല്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗുഡ് ബൈ.